തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ. കണ്ടവരുണ്ടോ ഉണ്ടോ? മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. കഥ മുഴുവൻ തീരും മുൻപേ, യവനിക വീഴും മുമ്പേ. കഥ മുഴുവൻ തീരും മുമ്പേ, യവനിക വീഴും മുമ്പേ. കവിളത്ത് കണ്ണീരോടെ, കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ നടന്നുവല്ലോ. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. അർജു, എങ്ങനെ ഉണ്ടായി? കുഴപ്പമില്ലായിരുന്നു. എന്ത് പറ്റിയത് ഇടക്ക്? അത് നാക്ക് കിളിഞ്ഞ്, നാക്ക് തിരിഞ്ഞ്, നാക്ക് കിളിഞ്ഞു പോയി എന്നൊക്കെ. അത് പിന്നെ ഉണ്ടോ പിന്നെ അവൾ, അത് രണ്ടും കൂടെ. അത് ചരണത്തില് അവൾ പിന്നെ അനുപല്ലവിയിലേക്ക് കേറി ഒന്ന് ചാടി വരാൻ ശ്രമിച്ചു. പക്ഷെ പാളിപ്പോയി. സാരില്ല, ചോദിക്കാം ബാക്കി എങ്ങനെ ഉണ്ടായി ചോദിക്കാം. അനു ചേച്ചി. അർജുൻ, എന്തോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുടാ. താങ്ക് യു ചേച്ചി. അത് അർജുൻ്റെ ഒരു സിൻസിയറിറ്റി, ആ ഒരു ജെന്യുവൻനെസ് ഉണ്ടായിരുന്നു ആ പാട്ട് പാടിയതിൽ. എനിക്ക് ഒരുപാട് ഓർമ്മ വന്നത് ജയചന്ദ്രൻ ഏട്ടൻ്റെ ഒരു മാഗ്നറ്റിക് വോയിസ് ആണ്. അത് ആ വോയിസിനെ പറഞ്ഞ ആ വോയിസിൽ ചില സംഗതികൾ അവർ പാടുമ്പോൾ അത് ഒരു സ്റ്റാമ്പാണ്, അത് അവരുടെ സംഗതിയാണ്. അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മുങ്ങിത്തോർത്തി അത് ആ സംഗതിയൊക്കെ അല്ലേ മോന് പാടിയപ്പോൾ അത് മൈ ഗോഡ്, ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ കേട്ടോ. എനിക്ക് ഒരു പ്രാവശ്യം കൂടി അത് കേൾക്കണമെന്ന് ഒരു കൊതി വരുന്നു. ഒന്ന്. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. അതും വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. കൊള്ളാം. ഈ ആദ്യത്തെ ചില ആ ഒരു ഫ്രേസസ് അല്ലേ, അതൊരു സ്റ്റാമ്പാണ്. ജയചന്ദ്രൻ ഏട്ടൻ്റെ ഒരു വോയിസിന്റെ ഒരു മാജിക്കാണ് അത് ആ സംഗതി വരുമ്പം. അപ്പോൾ അതൊക്കെ മോന് ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷെ വോയിസ് ഇപ്പോൾ അത്രയ്ക്കും ഒരു കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. ഈ ചക്കോരി ചിലപ്പോൾ കിട്ടുന്നുണ്ട്, പക്ഷെ ചിലപ്പോൾ അതിൻ്റെ പിച്ചിങ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആവാമെന്ന് എനിക്ക് തോന്നി. അഫ്കോഴ്സ് ചരണത്തിൻ്റെ കാര്യം ഈ ആദ്യത്തെ ലൈൻ എപ്പോഴും ആ ഹൈ നോട്ട് ഒന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല എന്ന് തോന്നി. കർണികാരം പൂത്തു ആ ലാസ്റ്റ് വാക്ക്
ആ അനുപല്ലവി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു. കർണികാരം പൂത്തു തളിർത്തു, പൂത്തു തളിർത്തു. അത് അവിടെ അവര് പോകുന്നില്ല. പൂത്തു തളിർത്തു, ആ കൽപ്പനകൾ താലമെടുത്തു. കുറച്ചുകൂടി ഡെഫിനിഷനോട് വരാം. കൽപ്പനകൾ താലമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, ആ എന്റെ സഖി വന്നില്ലല്ലോ, വന്നില്ലല്ലോ. വന്നില്ലല്ലോ, ആ കണ്ടവരുണ്ടോ അവൾ ഉണ്ടോ ഉണ്ടോ. അവളുണ്ടോന്ന് ഊണുകാഴ്ച എന്നാണ് മക്കളെ. ഉണ്ടോ അത് കിട്ടുന്നില്ല. കുറച്ച് പ്രശ്നമാണ് വോയിസ് അല്ലേ? പോട്ടെ. എന്നാലും അങ്ങനെ തന്നെ ഈ രണ്ടാമത്തെ ചരണമും ആ സ്ഥലങ്ങളും ഒക്കെ ഒന്ന് കുറച്ചുകൂടി ശ്രുതി ട്രൈ ചെയ്യ. കഥ മുഴുവൻ തീരും മുൻപേ, കുറച്ചുകൂടി. കഥ മുഴുവൻ തീരും മുമ്പേ, യവനിക വീഴും യവനിക വീഴും മുമ്പേ. കഥ മുഴുവൻ കഥ മുഴുവൻ തീരും മുമ്പേ, യവനിക വീഴും മുമ്പേ. കവിളത്ത് കണ്ണീരോടെ, കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ. വേണ്ട വേണ്ട മോനെ, ഈ കൺമണിയെ കണ്ടില്ലല്ലോ പാടിയല്ലേ, അത് ഔട്ട് ഓഫ് ദി വേൾഡ് ആയിരുന്നു. നേരത്തെ പാടിയപ്പോ അസാധ്യമായിരുന്നു സ്പേസിലായിരുന്നു മക്കളായത്. അതെ, Out of the world. ഞാൻ ഹെവനിലായിരുന്നു, Oh. സ്പേസ് അല്ല ഹെവനില്. അത്രയും ഒരു മാജിക്കലായിരുന്നു. എനിക്കെന്ന് വെച്ചാൽ മോന് ഒരു നല്ല ജ്ഞാനസ്ഥനാണ്. അത് ഈ പാട്ടൊക്കെ നമുക്ക് അതിൻ്റെ ഫീലും അതിനൊരു പക്വത വേണം, എങ്ങനെ അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ വേണ്ടി. അത് മോന് കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള ഒരു വോയിസിൻ്റെ സ്ഥിതിയിൽ ഇത്രേ വന്നു എന്ന് ഇനിയും വരാൻ സാധ്യത ഉണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ യു മേഡ് എ ബ്യൂട്ടിഫുൾ സിൻസിയർ അറ്റംപ്റ്റ്. സോ വെൽ ഡൺ, വെൽ ഡൺ. താങ്ക് യു ചേച്ചി. ശരത് സർ. മക്കളെ എന്തോ നല്ല രസമുള്ള പാട്ട്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, മാഷിൻ്റെ പാട്ടുകളെല്ലാം അതിമനോഹരങ്ങളാണ്. പിന്നെ നമ്മളെ ഈ സമീപകാലത്ത് നമ്മളെ വിട്ടുപോയ ജയേട്ടൻ, ഒരു ശബ്ദം ഒരു ഒന്നൊന്നര ശബ്ദമാണ് ജയേട്ടൻ്റെ. ഒരു അസാധ്യ മനുഷ്യനുമായിരുന്നു. എനിക്ക് വളരെ അടുത്ത്, എന്താ പറയുക, വളരെ അടുപ്പമുള്ള, എൻ്റെ ഹൃദയത്തോടടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടാണ് ജയേട്ടൻ. അപ്പം അദ്ദേഹം എനിക്ക് ഒരു നിമിഷം മോൻ പാടുമ്പോഴും എനിക്കത് വല്ലാതെ വിഷമമായിപ്പോയി. ചേട്ടനെ അവസാനം ഒന്നും കാണാനും പറ്റിയില്ല. അതൊരു ഭയങ്കര സങ്കടമായിപ്പോയി. അത് ചേട്ടൻ തന്നെ പറഞ്ഞു, മോനെ നീ കണ്ട നിനക്ക് സഹിക്കത്തില്ലെന്ന് ചേട്ടൻ പറഞ്ഞുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാണ്ടായിപ്പോയി. കാരണം ചേട്ടൻ ഇവിടെയൊക്കെ കാണുമെന്നറിയാം. കാര്യം സൂപ്പർ സ്റ്റാറിൻ്റെ വേദിയിൽ ഞാനും ചേട്ടനും ഒക്കെ ഇരുന്ന് ജഡ്ജ് ചെയ്തിട്ടുണ്ട്. അത് 10-12 കൊല്ലം മുമ്പ്, ഇപ്പം അല്ല കേട്ടോ. സൂപ്പർ സ്റ്റാർ അൾട്ടിമേറ്റ്. മക്കളെ എന്തോ എൻ്റെ ദൈവമേ, നിൻ്റെ ആ എന്തോ വിളിയിൽ ഞാൻ വീണടാ. മക്കളെ നന്നായിട്ട് പാടി കേട്ടോ. നിൻ്റെ ശബ്ദം കുറച്ചും മാറി, കുറച്ച് ബേസൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അത് മോനെ അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക കേട്ടോ. നമുക്ക് കുറച്ച് ബേസായെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാച്ചിക്കളയരുത് മോനെ. ഇത് ഷെനു, നിന്നെ മാത്രം കണ്ടില്ല, നിന്നെ മാത്രം കണ്ടില്ല, നിന്നെ മാത്രം മോൻ അങ്ങനെ എല്ലാം പാടിക്കൊണ്ടിരുന്നു. നിന്നെ മാത്രം കണ്ടില്ല, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം അതിന് ആ ഗ്ലൈഡിന് ഒരു സുഖമുണ്ട് കേട്ടോ. മറ്റേത് തെറ്റൊന്നല്ല, അതും സൂപ്പറാ. പക്ഷെ ഇതും കൂടെ പാടണം കേട്ടോ. പിന്നെ കണ്ടില്ലല്ലോ, ലോ ആയി പോകുന്നുണ്ട്. കണ്ടില്ലല്ലോ. അതുപോലെ മോനെ എൻ്റെ ഒക്കെ കേൾക്കണോടാ. ഇപ്പൊ മുങ്ങി തോർത്തി, അത് കേൾക്കണം, അത്രേ ഉള്ളൂ. പിന്നെ കർണികാരം പൂത്തു. കർണികാരം എന്ന് പറഞ്ഞാൽ എന്താണ് പാറു അർത്ഥം? എന്താ കർണികാരം പൂത്തു തളിർത്തു എന്നുള്ള കർണികാരം എന്താണ്? ഞാൻ മലയാള പണ്ഡിതൊന്നുമല്ല, എനിക്ക് കേട്ട അർത്ഥം ഞാൻ പറയാം, അത്ര ഒളിച്ച് ചിലപ്പോൾ വേറെ അർത്ഥങ്ങളൊക്കെ കാണും. അവൻ എന്താണ്? എന്താ മക്കളെ, നീ മക്കൾ പറ. കണിക്കൊന്ന. അങ്ങനെ കണിക്കൊന്നതെന്ന് ഒരു അർത്ഥമുണ്ട് അതിന്. പക്ഷെ വേറെ എന്തോ അർത്ഥവും കൂടെ ഉണ്ട്. അത് കുഴപ്പമില്ല കേട്ടോ. ചില വാക്കുകൾ അങ്ങനെയാണ്. എന്ത് ബ്യൂട്ടിഫുൾ പദമല്ലേ, ഒരു വാക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആണ് കേൾക്കാൻ. ചിലതൊക്കെ അങ്ങനെയാണ്. നമുക്ക്
ചിലപ്പോൾ അത് മനസ്സിലാവത്തില്ല, എങ്കിലും അത് അതിൻ്റെ സൗണ്ടിങ് നമുക്ക് ഭയങ്കര സുഖമാണ്. പിന്നെ മോനെ ഇത് കൺമണിയെ കണ്ടില്ലല്ലോ എൻ്റെ സഖി എന്നൊക്കെ ആടരുത്. അത് വേറൊരാളും അച്ഛനും മോനും പാടുന്ന പോലെ ഇരിക്കും. നിനക്ക് അവിടെ ബേസ് വന്നെന്നുള്ളത് ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ മുഴപ്പിക്കണ്ട. വന്നില്ലല്ലോ എൻ്റെ സഖി വന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഓടാണ് കേൾക്കാൻ. അതൊന്ന് കൃത്യമായിട്ട് പാടാമോ? അത് ഇപ്പൊ തന്നെ കിട്ടുന്നുണ്ടല്ലേ ആ ബേസ്. അപ്പൊ അതൊരു അത്ഭുതമാണല്ലേ. അത് ഭയങ്കര അത്ഭുതമാണ് മക്കളെ. പക്ഷെ അതിന്റെ അടുത്ത് അത് ലയിച്ചോ നീ കുഴപ്പമില്ല. പക്ഷെ അതിന്റെ അടുത്തത് പാടുമ്പോ മക്കള് തന്നെ പാടുന്നതെന്ന് തോന്നണം കേട്ടോ. അത്രേ ഉള്ളൂ. ആ റേഞ്ച് കിട്ടുന്നില്ലല്ലോ. അല്ല ഞാൻ അത് കുറച്ച് സോഫ്റ്റ് ആക്കും മോനെ, മുഴപ്പിക്കാതെ ഒന്ന് പാടാമോ? കൺമണിയെ കണ്ടില്ലല്ലോ എന്റെ സഖി മതി. ഇപ്പൊ ന്യായമാണ്. ചരണത്തിലെ 4ാമത്തെ ലൈൻ എന്താണ്? കഥനത്തിൻ കണ്ണീരോടെ അത് അടുത്തത് കടന്നുവല്ലോ. കടന്നുവല്ലോ. ആ ലോ കേൾക്കണം. കടന്നുവല്ല എന്നാ കേട്ടത് എനിക്ക്. പക്ഷെ നല്ല പാട്ട് മോൻ മനോഹരമായിട്ട് തന്നെ പാടി കേട്ടോ. ഇതൊക്കെ പറഞ്ഞത് നീ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മക്കളെ. മലയാള ഭാഷ ഇഷ്ടമാണല്ലേ? ഭാഷയോടൊരു സ്നേഹമുണ്ടോ നിനക്ക്? അത് വേണം മോനെ. കാരണം നമ്മൾ മലയാളം, അതാണ് നമ്മുടെ ഒരു കൾച്ചർ. അത് നമ്മളെ അമ്മയെ മനസ്സിലാക്കണം എന്ന് പറയുന്ന പോലെ മലയാള ഭാഷ അറിയണം. അപ്പോഴാണ് നമ്മുടെ കൾച്ചർ നമുക്ക് മനസ്സിലാവുന്നത്, നമ്മൾ എവിടെ ആണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഏത് സ്ഥലമാണെങ്കിലും അവരുടെ ആ ലാംഗ്വേജ് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കൾച്ചർ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയ തമിഴ് ഷാനെ എന്തോ പിടിച്ചോ. ഞാനല്ലേ വിളിക്കണ്ടേ? മാനിക്ക. ഇപ്പം ശരത്തേട്ടൻ ഭാഷയുടെ കാര്യം പറഞ്ഞില്ലേ, അതിപ്പം നേരത്തെ പറഞ്ഞു. ഇപ്പം തമിഴ്നാട്ടിൽ ഒരാളോട് നമ്മൾ തമിഴ് പറയുമ്പോഴാണ് ആ ഒരു കംപ്ലീഷൻ ഉണ്ടാവുന്നത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഈ മലയാളം പല പല ടൈപ്പ് മലയാളം. ഇപ്പം നമ്മുടെ കണ്ണൂർ സൈഡിലുള്ള മലയാളം ഒന്നാണ്, കോഴിക്കോട് ഓൾമോസ്റ്റ് കണ്ണൂരിനോട് കുറച്ച് അടുത്ത് നിൽക്കുന്നത്. പക്ഷെ എൻറ്റയർലി അതിന്റെ ടേംസ് ഒക്കെ വ്യത്യാസമുണ്ട്. ഈ പറയുന്ന പോലെ എറണാകുളം സൈഡ് വേറെയാണ്, ട്രിവാൻഡ്രം വേറെയാണ്, തൃശ്ശൂര്, പാലക്കാട് ഒക്കെ വേറെ, എല്ലാം വേറെ. നമ്മളിവിടെ സംസാരിക്കും, നമ്മളെല്ലാവരോടും മലയാളം സംസാരിക്കും. നമ്മളെ നാട്ടിലുള്ള ഒരാളോട് ഏടിയേനും ഇത്ര നേരം അത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അതൊരു വേറെ ഫീലാണ്. ഈ മാതൃഭാഷ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ കേട്ട് വളർന്ന ഭാഷയോടുള്ള ഒരു സ്നേഹം. പിന്നെ അർജുനെ, എടാ നീ നന്നായിട്ട് പാടിയടാ. നല്ല ഫീൽ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ ഇവർ രണ്ടുപേരും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, പാടിപ്പിച്ചു. കുറേ ഭാഗങ്ങളൊക്കെ ഭയങ്കര സുഖമുള്ള ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് ആ ബേസിന്റെ വെയിറ്റ് അടിപൊളിയാണ് കേട്ടോ. അന്യായ വെയിറ്റ് ആണ് അത്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സ്ട്രെയിൻ ഉണ്ട് അല്ലേ വോയിസില്, മാറുന്നൊരിതായോണ്ട്. ഓക്കെ ഫൈൻ. അത്രേ ഉള്ളൂടാ. നന്നായിട്ട് തന്നെ പാടി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. അർജു, മാർക്ക് ചോദിക്കാം. ഓക്കെ പാറു, നമ്മളിപ്പോ മാർക്ക് എന്തൊക്കെയാണ് നമ്മൾ മാർക്ക് കൊടുത്തേ പറ്റുമോ ചക്കരയ്ക്ക്? അതിനു മുമ്പ് നമ്മുടെ അനുരാധയ്ക്ക്, ജയേട്ടന് വേണ്ടി നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. ഓക്കെ. കണ്ണക്കൊരു വണ്ണക്കിളി, കാതക്കൊരു കാണക്കുയിൽ, നെഞ്ചുക്കൊരു വഞ്ചിക്കൊടി നീതാനമ്മ, കത്തിത്തവഴും തങ്കച്ചിവിരേ, പൊങ്കിപ്പെരുകും സംഘത്തമിഴേ, പുത്തം തരുനിത്തം വരും നക്ഷത്രം, யாரோடு இங்கு எனக்கென்ன பேச்சு, நீதானே கண்ணே நான் வாங்கும் மூச்சு, வாழ்ந்தாக வேண்டும் வா வா கண்ணே ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது, ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது, பொழுதாகி போச்சு விளக்கேத்தியாச்சு, பொன்மாலை ஒன்ன தேடுது, ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது. വെരി നൈസ്. അല്ല ജയേട്ടൻ അങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഞാൻ കുറച്ച് കോൺസെർട്സിൽ ഡുവറ്റൊക്കെ പാടിയിട്ടുണ്ട് സ്റ്റേജിൽ ലൈവായിട്ട്. അത് എപ്പോൾ പാടിയാലും അങ്ങനെ ഒരു റെക്കോർഡിംഗ് പെർഫെക്ഷൻ ഉള്ള
ഒരു പ്ലേ ബാക്ക് സിംഗർ എങ്കിലും മൈ ഗോഡ് പറയണം. അത് അയ്യോ ഒരു രക്ഷയില്ല, അങ്ങനെ പാടും. അപ്പോൾ ശരിയായിട്ട് എനിക്ക് ഒരുപാട് ഓർമ്മകൾ വന്നു അപ്പോൾ പെട്ടെന്ന്. എന്നാലും സൂപ്പർ ചേച്ചി. ശരത് സാറേ, പാറു ശരത് സാറേ, ഇത് ഞാൻ ഈ ഫ്ലോറിൽ കൂടുതലും പാടിയിരിക്കുന്ന ജേട്ടന്റെ പാട്ടുകളാണ്. വണ്ടർഫുൾ മക്കളെ, ബ്യൂട്ടിഫുൾ. ഭയങ്കര ഇഷ്ടമാണ് ജേട്ടൻ. ആരാ ജയേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ അത് എന്താ പറയണ്ടേ, ഇവിടെ എനിക്കൊന്ന് കാലെ തൊട്ട് തൊടണം അവൻ്റെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് ചേട്ടൻ. അത് സംഗീതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെയാണ്, ഒരു ഭ്രാന്തമായ അവസ്ഥയാണ് ചേട്ടന്. ഇപ്പം അനു പറഞ്ഞപ്പോഴും കുറേ കാര്യങ്ങൾ ഇങ്ങനെ തലയിൽ കൂടെ പോയി. അത് നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെട്ട് എല്ലാവരും വിചാരിക്കും ചേട്ടൻ ഭയങ്കര ചൂടനാണ്. അങ്ങനെയൊന്നുമല്ല, വളരെ സാധുവായ, നല്ല എപ്പോഴും തമാശ പറയുകയും ഹിന്ദി പാട്ടുകൾ പാടുകയും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുന്നതിനല്ല, വേറുള്ള ആളുകൾ പാടിയത്. ഇപ്പോൾ ദാസേൻ്റെ ഒക്കെ പാട്ട് ജീവൻ കളഞ്ഞാ പാടുന്നത് ചേട്ടൻ. അത് വി മിസ് യു ചേട്ടാ, അതൊന്നും പറയാനില്ല. ഓക്കെ ശരത് സാർ, യെസ്. അർജുയുടെ മാർക്ക്. അർജു ചക്കരെ, എന്തോ മക്കൾക്ക് ഞാനൊരു 8.5 മാർക്ക് തരുന്നു. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക? എന്തായാലും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, ഒരു 8.6. താങ്ക് യു സാർ. അർജുനെ നിനക്ക് 8.6. ടോട്ടൽ 17.1. താങ്ക് യു ചേച്ചി.